ഹായ് എവരി വൺ. ഇന്നത്തെ SCERT ക്ലാസ്സിൽ നമ്മൾ 7ാം ക്ലാസ്സിൻ്റെ 3ാമത്തെ പാഠം ഭരണഘടന വഴിയും വഴികാട്ടിയും എന്ന ചാപ്റ്ററാണ് പഠിക്കുന്നത്. 10ാം ക്ലാസ് പ്രിലിമിനറി പരീക്ഷ എഴുതുന്നവർക്ക് ഈ പാഠത്തിൽ നിന്നും ഒരുപാട് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഈ ക്ലാസ്സിലേക്ക് കടക്കാം. ഗാന്ധിജി പറഞ്ഞ യങ് ഇന്ത്യ എന്ന തൻ്റെ പത്രത്തിലൂടെ 1931 ഗാന്ധിജി പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് നോക്കാം. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും രക്ഷകർത്തൃത്വത്തിൽ നിന്നും ഇന്ത്യയെ മോചിപ്പിക്കുന്ന ഒരു ഭരണഘടനയ്ക്കായി ഞാൻ പരിശ്രമിക്കും. ഏറ്റവും ദരിദ്രരായ മനുഷ്യർക്ക് രാജ്യത്തെ രൂപപ്പെടുത്തുന്നതിൽ കാര്യക്ഷമമായ ശബ്ദമുണ്ടാക്കുകയും രാജ്യം അവരുടേതാണെന്ന് അവർക്ക് തോന്നുകയും ചെയ്യണം. ഉച്ചനീചത്വങ്ങളില്ലാതെ എല്ലാ സമുദായക്കാരും തികഞ്ഞ സൗഹൃദത്തോടെ ജീവിക്കുന്ന ഇന്ത്യക്കായാണ് എൻ്റെ പരിശ്രമം. തൊട്ടുകൂടായ്മയുടെയും ലഹരി വസ്തുക്കളുടെയും ശാപമില്ലാത്ത ഇന്ത്യ. പുരുഷന്മാരുടെ അവകാശങ്ങൾ അതേപോലെ സ്ത്രീകൾക്കും അനുഭവിക്കാനാകുന്ന ഇന്ത്യ. ഗാന്ധിജി തൻ്റെ യങ് ഇന്ത്യ എന്ന പത്രത്തിലൂടെ 1931 പറഞ്ഞ വാക്കുകളാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ഭരണഘടന സ്വാതന്ത്ര്യ സമര സേനാനികളുടെ സ്വപ്നം എന്താണെന്ന് നമുക്ക് നോക്കാം. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ ഉയർന്നു വന്ന ആദ്യത്തെ ബഹുജന സമരമായിരുന്നു 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം. ഒരു ക്വസ്റ്റ്യൻ ആണ് അതല്ലേ. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ ഇന്ത്യയിൽ ഉയർന്നു വന്ന ആദ്യത്തെ ബഹുജന സമരം ഏതായിരുന്നു? 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം. പക്ഷേ അതെന്താണ്? അതൊരു പ്രാദേശിക സമരമായി ഒതുങ്ങിപ്പോയി അല്ലേ. സൈനികർ, ഗോത്രവർഗക്കാർ, രാജാക്കന്മാർ, പ്രഭുക്കന്മാർ, കർഷകർ തുടങ്ങി നിരവധി വിഭാഗങ്ങളാണ് സമരത്തിൽ പങ്കാളികളായത്. ജനങ്ങൾക്കിടയിൽ മതസൗഹാർദ്ദത്തിലൂന്നിയുള്ള ദേശീയബോധം വളർത്തുന്നതിന് ഈ സമരം സഹായകമായി. ദേശീയബോധം ശക്തിപ്പെട്ടതോടെ വൈദേശിക ആധിപത്യത്തിനെതിരെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ധാരാളം പ്രാദേശിക സംഘടനകൾ രൂപപ്പെട്ടു. ഇന്ത്യൻ അസോസിയേഷൻ, മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ, പൂനെ സാർവജനിക് സഭ എന്നിവ ചില ഉദാഹരണങ്ങളാണ്. പ്രാദേശിക സ്വഭാവമുള്ള ഇത്തരം സംഘടനകളിൽ നിന്ന് വിഭിന്നമായി ദേശീയ തലത്തിൽ ഒരു സംഘടന ഉയർന്നു വന്നത് 1885 രൂപീകൃതമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിലൂടെയാണ്. അതോടെ ദേശീയ തലത്തിൽ ഒരു സംഘടന ഉയർന്നു വന്നതെന്ന് ചോദിച്ചാൽ 1885 രൂപീകൃതമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായത് 1885 അതോടെ ദേശീയ തലത്തിൽ ബ്രിട്ടീഷ് വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് ഒരു സംഘടിത മാനം കൈവന്നു. ഇന്ത്യയിലെ വിവിധ ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക, ജാതിമത പ്രാദേശിക ചിന്തകൾക്ക് അതീതമായി ജനങ്ങൾക്കിടയിൽ ദേശീയബോധം വളർത്തുക തുടങ്ങിയവയായിരുന്നു ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ. അപ്പോൾ INCയുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ദേശീയ തലത്തിൽ ബ്രിട്ടീഷ് വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് ഒരു സംഘടിത മാനം കൈവന്നു. ഇന്ത്യയിലെ വിവിധ ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തി. ജാതിമത പ്രാദേശിക ചിന്തകൾക്ക് അതീതമായി ജനങ്ങൾക്കിടയിൽ ദേശീയ ബോധം വളർത്തുകയും ചെയ്തു. വിദേശ ഭരണം അവസാനിപ്പിക്കുക എന്നത് മാത്രമല്ല, മെച്ചപ്പെട്ട സാമൂഹിക രാഷ്ട്രീയ ജീവിതം ഓരോ ഇന്ത്യക്കാരനും ഉറപ്പാക്കുക എന്നതും സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു. സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നെന്ന് എന്തിനെ നമുക്ക് പറയാം? സാമൂഹ്യ രാഷ്ട്രീയ ജീവിതം ഓരോ ഇന്ത്യക്കാരനും ഉറപ്പാക്കുക എന്നതും സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെ പ്രധാന ലക്ഷ്യമായിരുന്നു. സമരത്തിൻ്റെ ഓരോ ഘട്ടത്തിലും മിത തീവ്ര ദേശീയവാദം ഉൾപ്പെടെ നേതൃത്വത്തിന് വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ ഉണ്ടായിരുന്നെങ്കിലും ചില അടിസ്ഥാന ആശയങ്ങളും മൂല്യങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ടായിരുന്നു ദേശീയ പ്രസ്ഥാനം മുന്നോട്ട് പോയിരുന്നത്. ഗാന്ധിജിയുടെ വരവോടുകൂടിയാണ് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന് ബഹുജന സ്വഭാവം കൈവന്നത്. ഗാന്ധിജിയുടെ സ്വാധീനം സാമൂഹിക നീതിയിൽ അധിഷ്ഠിതമായ ജനാധിപത്യം എന്ന ആവശ്യം ശക്തമാക്കി. ദേശീയ പ്രസ്ഥാനം മുന്നോട്ട് വെച്ച സ്വാതന്ത്ര്യം, സാമൂഹിക നീതിയിൽ അധിഷ്ഠിതമായ സമത്വം, സാഹോദര്യം, മതസൗഹാർദ്ദം എന്നീ ആശയങ്ങളും മൂല്യങ്ങളുമാണ് നമ്മുടെ ഭരണഘടനയുടെ അടിത്തറയാകേണ്ടതെന്ന് നേതാക്കൾ ആഗ്രഹിച്ചു. അപ്പോൾ ഈ കാഴ്ചപ്പാടുകളാണ് നമ്മുടെ ഭരണഘടനാ നിർമ്മാണത്തെ വളരെയധികം സ്വാധീനിച്ചത്. നോക്കിക്കേ, ഇവിടെ തന്നിരിക്കുന്ന പിക്ചർ. മതസൗഹാർദ്ദം വേണം, സാഹോദര്യം, ജനാധിപത്യം, ക്ഷേമരാഷ്ട്രം, നീതി, മതനിരപേക്ഷത, തുല്യത, എല്ലാവർക്കും സ്വാതന്ത്ര്യം, ഇവയൊക്കെയാണ് നമ്മൾ ഇന്ത്യൻ ഭരണഘടനയിൽ
നിർമ്മാണത്തെ സ്വാധീനിച്ചത്. വ്യക്തി സ്വാതന്ത്ര്യത്തിന് പ്രാധാന്യം നൽകണം. പൗരാവകാശങ്ങൾ ഉറപ്പു നൽകണം. എല്ലാ മതങ്ങൾക്കും തുല്യ പ്രാധാന്യം നൽകണം. സാമൂഹ്യനീതി ഉറപ്പുവരുത്തണം. ജനാധിപത്യ ഭരണം ശക്തിപ്പെടുത്തണം. ഇവയൊക്കെ ആയിരുന്നു എന്താണ് ഈ നമ്മുടെ ഭരണഘടനാ നിർമ്മാതാക്കൾ ആഗ്രഹിച്ചതെന്ന് നമുക്ക് പറയാം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരമാണ് നമ്മുടെ ഭരണഘടനയുടെ അടിത്തറയായി മാറിയത്. ഭരണഘടനയുടെ മുൻഗാമി എന്ന് പറയുന്നത് ഇവിടെ നോക്കിക്കുക, ഈ പിക്ചർ 1947 ഓഗസ്റ്റ് 15 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. പക്ഷേ ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26. അപ്പോൾ സ്വാതന്ത്ര്യം നേടി 2.5 വർഷത്തോളം എന്തായിരുന്നു ഭരണഘടനയും നിയമവും? ഇപ്പം നമുക്കതൊന്ന് നോക്കാം. ബ്രിട്ടീഷുകാർ 1935 പാസ്സാക്കിയ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന നിയമസംഹിതയാണ് റിപ്പബ്ലിക്കായി മാറും വരെ നമ്മുടെ രാജ്യം പിന്തുടർന്നത്. അപ്പോൾ ഇന്ത്യ റിപ്പബ്ലിക് ആകുന്നത് വരെ ബ്രിട്ടീഷുകാർ 1935 പാസ്സാക്കിയ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൻ്റെ നിയമസംഹിതയാണ് നമ്മുടെ രാജ്യം പിന്തുടർന്നത് സ്വാതന്ത്ര്യത്തിന് ശേഷവും. നമ്മുടെ ഭരണഘടനയുടെ പല ആശയങ്ങളും വ്യവസ്ഥകളും ഈ നിയമത്തിൽ നിന്നും എടുത്തിരിക്കുന്നു. നമ്മുടെ ഭരണഘടനയിലെ പല ആശയങ്ങളും എവിടെ നിന്ന് എടുത്തിരിക്കുന്നു? 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നും. 1950 ജനുവരി 26 നമ്മുടെ ഭരണഘടന നിലവിൽ വന്നത്. അപ്പോൾ ഈ താഴെയുള്ള ചിത്രത്തിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൻ്റെ സവിശേഷതകൾ കൊടുത്തിരിക്കുന്നത് എന്തൊക്കെയാണെന്നാണ് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ 6 പ്രവിശ്യകളിൽ ദ്വിമണ്ഡല സഭകൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൻ്റെ പ്രത്യേകതയായിരുന്നു. 321 വിഭാഗങ്ങളും 10 പട്ടികകളും ഇന്ത്യൻ ഭരണഘടനയിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൽ 321 വിഭാഗവും 10 പട്ടികയും. കേന്ദ്രത്തിൽ ദ്വിമണ്ഡല സഭ. ദുർബല വിഭാഗങ്ങൾ, സ്ത്രീകൾ, തൊഴിലാളികൾ എന്നിവർക്ക് പ്രത്യേക മണ്ഡലങ്ങൾ. കേന്ദ്രത്തിനും അന്നത്തെ പ്രവിശ്യകൾക്കുമായി അധികാരം വിഭജിച്ചു. അപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൻ്റെ പ്രത്യേകതകളാണ് 6 പ്രവിശ്യകൾ, ദ്വിമണ്ഡല സഭകൾ, 321 വിഭാഗവും 10 പട്ടികകളും ഉണ്ടായിരുന്നു. കേന്ദ്രത്തിൽ ദ്വിമണ്ഡല സഭയും ദുർബല വിഭാഗങ്ങൾ, സ്ത്രീകൾ, തൊഴിലാളികൾ എന്നിവർക്ക് പ്രത്യേക മണ്ഡലങ്ങൾ. കേന്ദ്രത്തിനും അന്നത്തെ പ്രവിശ്യകൾക്കുമായി അധികാരം വിഭജിച്ചു. ഇവയൊക്കെയാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൻ്റെ ഭാഗം. ഭരണഘടനാ നിർമ്മാണത്തിലേക്ക് 1946 അധികാര കൈമാറ്റം ചർച്ച ചെയ്യുന്നതിനായി ഇന്ത്യ സന്ദർശിച്ച ക്യാബിനറ്റ് മിഷൻ്റെ പ്രധാന നിർദ്ദേശങ്ങളിലൊന്നായിരുന്നു സ്വതന്ത്ര ഇന്ത്യക്കായുള്ള ഒരു നിയമസംഹിത. അപ്പം ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഏത് മിഷൻ്റെ ശുപാർശ പ്രകാരമാണ് ഭരണഘടനാ നിർമ്മാണ സഭ വന്നതെന്ന് ചോദിച്ചാൽ അത് ക്യാബിനറ്റ് മിഷൻ്റെ ശുപാർശ പ്രകാരമാണ്. ഈ ലക്ഷ്യം മുൻനിർത്തിയാണ് ഇന്ത്യക്ക് സ്വന്തമായ ഒരു ഭരണഘടന എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമാകുന്നത്. ഭരണഘടനാ നിർമ്മാണ സഭയും അതിൻ്റെ സവിശേഷതകളുമാണ് ഈ ബോക്സിൽ തന്നിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഭരണഘടനാ നിർമ്മാണ സഭയെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരുന്നത്. ഭരണസഭയുടെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഭരണഘടനാ നിർമ്മാണ സഭയുടെ നിർമ്മാണ കാലയളവ് 2 വർഷം 11 മാസം 17 ദിവസമാണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ നിർമ്മാണ കാലയളവ് എത്രയാണ്? 2 വർഷം 11 മാസവും 17 ദിവസവും. ആദ്യ സമ്മേളനം നടന്നത് 1946 ഡിസംബർ 9 ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് എന്നാണ്? 1946 ഡിസംബർ 9. തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ അധ്യക്ഷനായിരുന്നു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭയുടെ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ അധ്യക്ഷൻ ആരാണ്? അത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. ഭരണഘടന അംഗീകരിച്ച് ഒപ്പുവെച്ചത് 1949 നവംബർ 26 ഭരണഘടന അംഗീകരിച്ച് ഒപ്പുവെച്ചത് എന്നാണ്? 1949 നവംബർ 26. നിലവിൽ വന്നത് 1950 ജനുവരി 26. ഇന്ത്യ റിപ്പബ്ലിക് ആയത് എന്നാണ്? 1950 ജനുവരി 26. അപ്പോൾ ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചത് 1949 നവംബർ 26. അത് നിലവിൽ വന്നത് 1950 ജനുവരി 26. ഇനി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ, അതായത് ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു ഡോക്ടർ ബി ആർ അംബേദ്കർ. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് കൊണ്ട് നിങ്ങൾ പഠിക്കണം കേട്ടോ. ഇത് അടുത്തത് ഇനി ബി ആർ അംബേദ്കറിനെ പറഞ്ഞതാണ്. നമുക്ക് നോക്കാം. കുറ്റമറ്റ ഭരണഘടനയ്ക്കായിട്ട്
ലോകത്തിലെ ഏറ്റവും മികച്ച ഒന്നാകണം നമ്മുടെ ഭരണഘടന എന്ന ആഗ്രഹം അത് എഴുതി തയ്യാറാക്കാൻ നിയോഗിക്കപ്പെട്ട ഭരണഘടനാ നിർമ്മാണ സഭയ്ക്ക് ഉണ്ടായിരുന്നു. നമ്മുടെ ഭരണഘടനയുടെ ശില്പിയായ ഡോക്ടർ BR അംബേദ്കർ 60ഓളം രാജ്യങ്ങളിലെ ഭരണഘടനകൾ വിശദ പഠനത്തിന് വിധേയമാക്കുകയുണ്ടായി. മറ്റു രാജ്യങ്ങളിൽ രൂപപ്പെട്ട ഭരണഘടനകളുടെ നല്ല വശങ്ങൾ നമ്മുടെ ഭരണഘടനയിലേക്ക് സ്വീകരിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉദ്ദേശ്യം. ഇന്ത്യക്കുള്ള വൈവിധ്യം, ചരിത്ര പാരമ്പര്യം, സംസ്കാരം തുടങ്ങിയ കാര്യങ്ങൾ കൂടി പരിഗണിച്ചാണ് വിദേശ ഭരണഘടനകളിലെ ആശയങ്ങൾ നാം സ്വീകരിച്ചിരിക്കുന്നത്. പല വിദേശ രാജ്യങ്ങളിലെയും ഭരണഘടനയിൽ നിന്നുള്ള ഏറ്റവും മികച്ചതായ ആശയങ്ങൾ നമ്മൾ കടമെടുത്തിട്ടുണ്ടല്ലേ, നമ്മൾ പഠിച്ചിട്ടുണ്ട് അത്. അപ്പം ഇനി സവിശേഷതകൾ ഒട്ടേറെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകളെക്കുറിച്ചാണ് പറയുന്നത്. ലോകത്തിൻ്റെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയാണ് ഇന്ത്യയുടെ. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുടെ ഏത് രാജ്യത്തിൻ്റേതാണ്? അത് ഇന്ത്യയുടെ ഭരണഘടനയാണ്. 1950 ജനുവരി 26 നിലവിൽ വന്ന നമ്മുടെ ഭരണഘടനയിൽ 22 ഭാഗങ്ങളും 395 അനുച്ഛേദങ്ങളും 8 പട്ടികകളും ഉണ്ടായിരുന്നു. അപ്പം നമ്മുടെ ഭരണഘടന നിലവിൽ വന്നപ്പോൾ 1956 ജനുവരി 26 നിലവിൽ 1950 ജനുവരി 26 നിലവിൽ വന്നപ്പോൾ നമ്മുടെ ഭരണഘടനയിൽ 22 ഭാഗങ്ങളും 395 അനുച്ഛേദങ്ങളും 8 പട്ടികകളുമാണ് ഉണ്ടായിരുന്നത്. ഇനി നമ്മുടെ ഭരണഘടനയുടെ സവിശേഷതകളാണ് പറയുന്നത്. പാർലമെൻ്ററി ജനാധിപത്യ ഭരണമാണ് നമ്മുടെ ഭരണഘടന പ്രദാനം ചെയ്യുന്നത്. രാജ്യത്തെ ഭരണാധികാരികളെ നിയമനിർമ്മാണ സഭകൾ നിയന്ത്രിക്കുന്നു. ജനങ്ങളുടെ പരമാധികാരം. രാഷ്ട്രത്തിൻ്റെ എല്ലാ അധികാരങ്ങളും ഉത്ഭവിക്കുന്നത് ആരിൽ നിന്നാണ്? ജനങ്ങളിൽ നിന്നാണ് അല്ലേ. നമ്മുടെ ഭരണഘടന സമർപ്പിച്ചിരിക്കുന്നത് തന്നെ ആർക്കാ? ജനങ്ങൾക്കാണ്, ഇന്ത്യയിലെ ജനങ്ങൾക്കാണ്. ഇനി മൗലികാവകാശങ്ങൾ. ഓരോ വ്യക്തിക്കും രാഷ്ട്രം ഉറപ്പുവരുത്തേണ്ട ചില അടിസ്ഥാന അവകാശങ്ങളാണ് മൗലികാവകാശങ്ങൾ. മൗലിക കടമകൾ എന്താ? ഓരോ വ്യക്തിയും രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങളാണ് മൗലിക കടമകൾ. ഇനി മാർഗനിർദ്ദേശക തത്വങ്ങൾ. സാമൂഹിക സാമ്പത്തിക അവകാശങ്ങൾ ഉറപ്പുവരുത്തുന്നതിനായി രാഷ്ട്രത്തിന് നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങളാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ. ഇനി നിയമവാഴ്ച എന്താ? എല്ലാ പൗരനും നിയമത്തിന് വിധേയരാണ്. ആരും നിയമത്തിന് അതീതരല്ല. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം. നിശ്ചിത പ്രായപൂർത്തിയായ എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടന നൽകുന്നു. സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ. നിയമനിർമ്മാണം, കാര്യനിർവഹണ വിഭാഗങ്ങളിൽ നിന്നും സ്വതന്ത്രമാക്കപ്പെട്ട കോടതി സംവിധാനം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ പ്രധാന സവിശേഷതകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നല്ലതുപോലെ വായിക്കണം കേട്ടോ. നമ്മളോട് ചിലപ്പോൾ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ ചോദിക്കും. പിന്നെ ഫെഡറലിസവും ഏകപൗരത്വവും ഉണ്ട്. ഫെഡറലിസം എന്താണെന്നൊക്കെ നമ്മൾ SCERT പഠിച്ചപ്പോൾ പഠിച്ചതാണ്. അധികാരം കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായി വിഭജിക്കപ്പെടുന്ന സംവിധാനമാണ് ഫെഡറലിസം. ഏകപൗരത്വം എന്താ? രാജ്യത്ത് ഒരൊറ്റ പൗരത്വമേ ഉള്ളൂ. സംസ്ഥാനങ്ങൾക്കായി പ്രത്യേക പൗരത്വമൊന്നും ഇവിടെ ഇല്ല. ഇനി നിയമങ്ങളുടെ ഉറവിടത്തെക്കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ ഭരണഘടന രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാന നിയമസംഹിതയാണ്. ഭരണഘടന അതായത് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ എല്ലാ നിയമങ്ങളും അടങ്ങിയിരിക്കുന്നത് എവിടെയാണ്? ഭരണഘടനയിലാണ്. അതിനനുസരിച്ചാണ് ഇന്ത്യയിലെ ഓരോ പൗരനും ഓരോ സ്ഥാപനങ്ങളും പ്രവർത്തിക്കേണ്ടത്. ഭരണഘടനാ വ്യവസ്ഥകൾക്ക് അനുസൃതമായി മാത്രമേ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ഏതൊരു നിയമവും നിർമ്മിക്കാൻ കഴിയൂ. സർക്കാരുകൾക്ക് നിയമങ്ങൾ നിർമ്മിക്കാനും നടപ്പിലാക്കാനും കഴിയുന്ന അതിരുകൾ ഭരണഘടന നിർവചിച്ചു നൽകുന്നു എന്നർത്ഥം. നിയമത്തിൻ്റെ വ്യവസ്ഥ എന്ന നിലയിൽ, സ്രോതസ് എന്ന നിലയിലും പരമോന്നത സ്ഥാനമാണ് ഭരണഘടനയ്ക്കുള്ളത്. നമ്മുടെ ഭരണഘടനയിലെ കുറച്ച് എന്താ പറയുന്നത് ഈ മുകളിൽ പറഞ്ഞിരിക്കുന്ന വിവരാവകാശ നിയമം, ദുരന്ത നിവാരണം, ബാലവേല നിരോധന നിയമം, വന്യജീവി സംരക്ഷണ നിയമം, ഭക്ഷ്യസുരക്ഷാ നിയമം, അഴിമതി നിരോധനം, തൊഴിൽ നിയമം, വിദ്യാഭ്യാസ അവകാശ നിയമം, പരിസ്ഥിതി സംരക്ഷണ നിയമം, ഇവയെല്ലാം നമ്മുടെ ഭരണഘടനയ്ക്ക് അനുസൃതമായി നിർമ്മിക്കപ്പെട്ടിട്ടുള്ളവയാണ്. ഓക്കെ. ഇനി ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമം അഥവാ പോക്സോ ആക്ട് 2012. കുട്ടികൾക്ക് നേരെ നടക്കുന്ന ലൈംഗിക അതിക്രമങ്ങൾ തടയുവാനും കുറ്റവാളികൾക്ക് തക്ക ശിക്ഷ ഉറപ്പാക്കാനും 1989 കുട്ടികളുടെ അവകാശ ഉടമ്പടി ലക്ഷ്യം വയ്ക്കുന്നു. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങൾ ലിംഗഭേദമില്ലാതെ നടപ്പാക്കുന്നതിനും ബാലസൗഹൃദ നടപടികൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നിലവിൽ വന്ന നിയമമാണ് പോക്സോ ആക്ട് 2012. പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് 2012. ഇത് PSC ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഈ പോക്സോ എന്നുള്ള
എന്നുള്ളതിൻ്റെ ഫുൾ ഫോം. 18 വയസ്സിന് താഴെയുള്ള ഏതൊരാളെയും പോക്സോ നിയമത്തിൻ്റെ പരിഗണനയിൽ കൊണ്ടുവരാവുന്നതാണ്. ഭയരഹിതമായും സുരക്ഷിതമായും സമൂഹത്തിൽ ജീവിക്കാൻ ഓരോ കുട്ടിക്കും അവകാശമുണ്ട്. അസ്വസ്ഥത ഉളവാക്കുന്നതും സുരക്ഷിതമല്ലാത്തതുമായ സ്പർശനം, നോട്ടം, പ്രവൃത്തി മുതലായവ ഏത് വ്യക്തിയിൽ നിന്നുണ്ടായാലും അവ തിരിച്ചറിയാൻ കഴിയണം. ഇത്തരം പ്രവൃത്തികളോട് അരുത് എന്ന് പറയാനും അകറ്റി നിർത്താനും അധികാരികളോട് പരാതിപ്പെടാനും ശ്രദ്ധ പുലർത്തണം. അതിക്രമങ്ങൾ കേസുകൾ ഉണ്ടായാൽ അവ റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ടത് ആർട്ടിക്കിൾ 19 പ്രകാരം സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റോ ലോക്കൽ പോലീസോ ആണ് എന്ന് ഈ നിയമത്തിൽ പറയുന്നു. പോക്സോ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥർ ചൈൽഡ് വെൽഫെയർ പോലീസ് ഓഫീസർ എന്നറിയപ്പെടുന്നു. അപ്പോൾ പോക്സോ കേസ് കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥർ പറയുന്നത് ചൈൽഡ് വെൽഫെയർ പോലീസ് ഓഫീസർ എന്നാണ്. കേരള സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ പോക്സോ നിയമത്തിൻ്റെ 44-ാം വകുപ്പ് പ്രകാരം നിരീക്ഷണ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. പോക്സോയുടെ 44-ാം വകുപ്പ് പ്രകാരം പോക്സോ മോണിറ്ററിംഗ് സെല്ല് രൂപീകരിച്ചിട്ടുണ്ട്. ഭരണഘടനയുടെ ധർമ്മങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. നിയമത്തിൻ്റെ വ്യവസ്ഥയും സ്രോതസ് എന്നതിനൊക്കെ അപ്പുറം ഭരണഘടനയ്ക്ക് കുറച്ച് ധർമ്മങ്ങൾ നിർവഹിക്കാനുണ്ട്. അതെന്തൊക്കെയാണ്? പൗരൻ്റെ അവകാശങ്ങളും കടമകളും സ്ഥാപിക്കുന്നു, ഗവൺമെൻറ്റിൻ്റെ അധികാരങ്ങളും പരിമിതികളും വ്യക്തമാക്കുന്നു, രാജ്യത്തിൻ്റെ അടിസ്ഥാന മൂല്യങ്ങളും ആദർശങ്ങളും നിർവചിക്കുന്നു, രാജ്യത്തെ എല്ലാ ഭരണ സംവിധാനങ്ങളും ഭരണഘടനയ്ക്ക് വിധേയമായാണ് പ്രവർത്തിക്കുന്നതെന്ന് ഉറപ്പുവരുത്തുന്നു, രാജ്യത്തിന് ദിശാബോധം നൽകുന്നു, അടിസ്ഥാന രേഖയായി നിലകൊള്ളുന്നു, നാനാത്വത്തിൽ ഏകത്വം സംരക്ഷിക്കുന്നു, സ്വേച്ഛാധിപത്യ അധികാര ദുർവിനിയോഗത്തിനെതിരായ ഒരു സംരക്ഷണ കവചമായി വർത്തിക്കുന്നു. ഇതൊക്കെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ധർമ്മങ്ങൾ എന്ന് പറയുന്നത്. ഇതൊക്കെ പോയിന്റ് നോക്കി വെച്ചോണം, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇനി മാറ്റിയും തിരുത്തിയും മുന്നോട്ട്, അതായത് ഭരണഘടനാ ഭേദഗതികളെക്കുറിച്ചാണ് പറയുന്നത്. 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നു. ഒന്നാം ഭേദഗതി 1959, പട്ടികകളുടെ എണ്ണം 9 ആകുന്നു. അതിനുശേഷം 42-ാം ഭരണ ഭേദഗതി 1976 മതേതരത്വം, സോഷ്യലിസം, അഖണ്ഡത എന്നിവ ഈ ഭരണഘടനയിലേക്ക് കൂട്ടിച്ചേർത്തു. ഇനി 44-ാം ഭേദഗതിയാണെങ്കിലോ 1978 സ്വത്തവകാശം മൗലികാവകാശം അല്ലാതെയായി. ഭേദഗതി 73, 74 പറയുന്നത് 1992 പഞ്ചായത്ത് രാജ് നഗരപാലിക നിയമത്തെക്കുറിച്ചാണ്. 86-ാം ഭേദഗതിയാകട്ടെ 2002 വിദ്യാഭ്യാസം നമ്മുടെ മൗലിക അവകാശമായി. 101-ാം ഭേദഗതിയെ GST 2016 GST നിലവിൽ വന്നു. ഇനി ഏറ്റവും അവസാനത്തെ ഭരണഘടനാ ഭേദഗതി ഏതാണെന്ന് നമുക്കറിയാം. അത് വനിതാ ശാക്തീകരണ ബില്ലാണ് അല്ലേ. ഇനി അടിത്തറ ഇളക്കരുത് എന്ന തലക്കെട്ടോടുകൂടി ഒരു ബോക്സ് വന്നിട്ടുണ്ട്. 1973 കാസർഗോഡ് എടനീർ മഠത്തിൻ്റെ അധിപനായിരുന്ന കേശവാനന്ദ ഭാരതി കേരള സർക്കാരിനെതിരെ നൽകിയ കേസിലായിരുന്നു ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ യാതൊരു മാറ്റവും വരുത്താൻ പാടില്ലെന്ന് സുപ്രീം കോടതി വിധിച്ചത്. അപ്പം ഈ കേസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ മാറ്റം വരുത്താൻ പാടില്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞ കേസ് ഏതാണ്? അത് കേരള ഗവൺമെൻറ് വേഴ്സസ് കേശവാനന്ദ ഭാരതി. കേരള സർക്കാരിനെതിരെ കേശവാനന്ദ ഭാരതി 1973 നൽകിയ കേസായിരുന്നു. ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് PSC പരീക്ഷകളിൽ ആവർത്തിച്ചിട്ടുള്ളതാണ് കേട്ടോ. വിദ്യാഭ്യാസം മൗലികാവകാശം എന്താണ്? വിദ്യാഭ്യാസം മൗലികാവകാശമാക്കപ്പെട്ടത് 2002 86-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്. ഈ വ്യവസ്ഥകൾ ഭരണഘടനയിലെ 21A വകുപ്പായി ചേർത്തിട്ടുണ്ട്. അപ്പോൾ വിദ്യാഭ്യാസം മൗലികാവകാശമാക്കിയ ഭരണഘടനാ ഭേദഗതി 86-ാം ഭേദഗതി 2022 ഏത് ആർട്ടിക്കിളാണ്? 21A ആണ് കൂട്ടിച്ചേർത്തത്. ഈ ഭേദഗതി അനുസരിച്ച് 2009 ഓഗസ്റ്റ് 4 നിലവിൽ വന്ന നിയമമാണ് വിദ്യാഭ്യാസ അവകാശ നിയമം 2009. 6 മുതൽ 14 വയസ്സ് വരെ പ്രായമുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നതാണ് ഈ നിയമം. ഇനി ചെറുഭരണഘടനാ ഭേദഗതി 1976 42-ാം ഭേദഗതി വഴിയാണ് മതേതരത്വം, സോഷ്യലിസം, അഖണ്ഡത എന്നീ വാക്കുകൾ ഭരണഘടനയുടെ ആമുഖത്തിൽ എഴുതി ചേർത്തത്. ഭരണഘടനയിൽ വേറെയും ചില മാറ്റങ്ങൾ ഈ ഭേദഗതിയിലൂടെ വരുത്തിയിരുന്നു. സുപ്രധാനമായ നിരവധി മാറ്റങ്ങൾ വരുത്തിയതിനാലാണ് ഈ ഭരണഘടന ഭേദഗതിയെ ചെറുഭരണഘടനാ ഭേദഗതി അഥവാ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കുന്നത്. ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാം ഇവിടുന്നൊക്കെ എത്ര ക്വസ്റ്റ്യൻസാണ് PSC ചോദിച്ചിരിക്കുന്നത്. അപ്പം നമ്മുടെ PSCയുടെ ക്വസ്റ്റ്യൻസിൻ്റെ ഉറവിടം SCERT ആണെന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും അല്ലേ.
അതുപോലെ തന്നെ നിയമങ്ങൾ നടപ്പാക്കുമ്പോൾ എന്ന തലക്കെട്ടോടുകൂടി കുറച്ച് നിയമങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. രാജ്യത്ത് ഇനിയും യാഥാർത്ഥ്യമാകാത്ത ഭൂപരിഷ്കരണമെന്നും ബാലാവകാശ നിയമങ്ങൾ കർശനമാക്കണമെന്ന ആവശ്യവും സ്ത്രീധന നിരോധന നിയമം കടലാസ് തന്നെ. കാരണം ഇതെല്ലാം എന്താണ്, ഇതൊക്കെ പേപ്പറിൽ ഒതുങ്ങി നിൽക്കുന്നതാണെന്ന് നമുക്കറിയാം അല്ലേ. ഈ നിയമങ്ങളെല്ലാം നമ്മൾ നടപ്പിൽ വരുത്തുമ്പോഴാണ് അത് ജനങ്ങൾക്ക് ഏറ്റവും ഉചിതമായ രീതിയിൽ വന്നു ചേരുന്നത്. അല്ലാതെ നിയമങ്ങൾ കടലാസിൽ മാത്രം ഒതുങ്ങിയിരുന്നാൽ അത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാണോ? അല്ല. അപ്പോൾ നിയമങ്ങളെല്ലാം നടപ്പിലാക്കേണ്ടത് അതത് ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾ വഴിയും നിയമ സംവിധാനങ്ങൾ വഴിയുമാണ്. അപ്പോൾ ഈ ക്ലാസ്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ പോയിന്റ്സ് നമ്മൾ പഠിച്ചു. ഇതിൽ നിന്ന് നിങ്ങൾക്ക് 1 മാർക്ക് ഷുവറാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇന്ന് 10th പ്രിലിംസ് എഴുതുന്ന എല്ലാവർക്കും എൻ്റെ ആശംസകൾ. എല്ലാവരും നല്ല രീതിയിൽ എക്സാം എഴുതുക, സ്കോർ ചെയ്യാൻ ശ്രമിക്കുക. താങ്ക് യു ഓൾ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. ഹാവ് എ നൈസ് ഡേ.